അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ അച്ചാറിന് എണ്ണ അടുപ്പ് വെച്ചിട്ട് ഞാനൊരു ശകല ഉലുവായും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം നിങ്ങളെ ഞാൻ ചേർക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ അവർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് പാറു എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കണ്ട്. പാറു ഉറങ്ങിയില്ല. ഉറങ്ങാനൊക്കെ ഉള്ള സമയം ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പനി. ആദ്യം രാമേട്ടനായിരുന്നു, അത് കഴിഞ്ഞ് കുഞ്ഞ് എല്ലാവർക്കും പനിയായിരുന്നു, അച്ഛനൊക്കെ ആയിരുന്നു അങ്ങ് കുടുംബത്തിലെ അവിടെ നിന്ന്. ഇപ്പം ഞങ്ങൾക്കൊക്കെ പനി, എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു. അപ്പം ഞാനിപ്പോഴാണ് ഒന്ന് എണ്ണിച്ചത്. ഇപ്പോൾ ഒരു അച്ചാറിടാമെന്ന് വിചാരിച്ചപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ ഇവള് താഴെ നിൽക്കത്തില്ലെന്നാ. അപ്പം ഞാൻ ഈ ഒരുമാതിരി മൂവാണ്ടമാങ്ങായ ഒരുവിധം വിളഞ്ഞതാണ്. ഞാനത് ഇച്ചിരി വെള്ളം ഒന്ന് തോർത്താൻ വേണ്ടി മേളിൽ കൊണ്ട് ചത്തേ വെച്ച് തോർത്തി വെച്ചേക്കുക. പിന്നെ അതിന് നമ്മൾ നല്ല എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയത് ഇച്ചിരി ഉലുവ എടുക്കണം. അപ്പം ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പം നമ്മൾ പെരുംജീരകം ചേർത്തു, പിന്നെ കടുക് ചേർത്തു, ഉലുവ ചേർത്തു. ഇനി നമുക്ക് തീ അങ്ങ് കെടുത്താൻ എന്താണെന്ന് വെച്ചാൽ തീ അങ്ങ് ഒത്തിരി ചൂടാണ്. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഒരു ശകല ഉപ്പും നോക്കിയിടാം. ഉപ്പിട്ട് പുരട്ടിയാണ് ഞാനിത് വെച്ചത്. അപ്പം പിന്നെ ഉപ്പ് എന്നാലും ഒരു തുള്ളി ഉപ്പിട്ട് കൂടി ഇട്ടു. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. കുഞ്ഞെൻ്റെ അവളെൻ്റെ കയ്യിൽ മാറത്തില്ല. ഇപ്പം ഞാൻ താഴോട്ട് നിർത്തി. അപ്പം ഞാൻ തീ കെടുത്തി അങ്ങ്. അപ്പം നമ്മൾ ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ടു. അതിപ്പോൾ എടുക്കുന്ന ഓരോരുത്തരുടെ അളവിൻ്റെ മാങ്ങയുടെ അനുസരിച്ച് വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ ഇതിനകത്തോട്ടൊന്ന് പെറുക്കിയിടാം. അപ്പം മാങ്ങ ഞാനെല്ലാം ഇതിനകത്തോട്ട്. അപ്പം നമ്മളിത് ഒരു വ്യത്യസ്തമായ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയത്. വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു അച്ചാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അതിനവർ ഉലുവായും എല്ലാം ഇങ്ങനെ ദാനയായിട്ടുള്ളതാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ കരിഞ്ജീരകവും ഇടും. പക്ഷേ കരിഞ്ജീരകം നമുക്ക് നാട്ടിൽ വന്നപ്പം കിട്ടത്തില്ലല്ലോ. അപ്പം കരിഞ്ജീരകം ഇല്ല. ബാക്കിയുള്ളതൊക്കെ പെരുംജീരകമൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് അടുപ്പിലോട്ട് നല്ല ഇതിനി കുറച്ച് ദിവസം ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞ് നമുക്കിതൊരു ടിന്നിനകത്തോട്ടൊന്ന് ആറുമ്പോൾ കോരി വെക്കാം. കോരി വെച്ച് നമുക്ക് ഒരു കാര്യമുണ്ട്, കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇത് നല്ല അച്ചാർ. അപ്പം നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പനിയാണ് കൊണ്ടുവന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഉലുവാപ്പൊടി ഒന്നും ചേർക്കണം. ഇനി ഇച്ചിരി കായം ഞാൻ ഇങ്ങനെ കട്ടക്കായോ അതിരിപ്പുണ്ട്. ഞാനൊരു ശകലം കായവും കൂടി ഇങ്ങനെ പിച്ച് ഇതിനകത്തോട്ടിടും. അല്ലാതെ വറുത്ത് ചേർക്കുന്നൊന്നുമില്ല. നല്ല കടുക്. പാറു ഒരു സാധനം ഇവിടെ ഒപ്പിക്കത്തില്ല, എല്ലാം എടുത്ത് കളയും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് അച്ചാർ ഉണ്ടാക്കിക്കോളൂ, നോക്കുക. കായവും കൂടി ഇടാം. ഞാൻ ഇച്ചിരി കായം ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പം ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചിട്ടാലും മതി. അല്ലേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പച്ചക്കാണെങ്കിലും കായ വെച്ചിട്ട് ഇങ്ങോട്ട് പിച്ച് കീറി ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അത് ആ ചൂടിനകത്ത് കിടന്നങ്ങ് ഉരുകിക്കോളൂ. അപ്പോൾ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡി. ഒന്ന് ഉണക്കണം, ഉണക്കിയിട്ടേ ചെയ്യാം. പെരുംജീരകവും പിന്നെ ഉലുവായും പിന്നെ കടുകും ഇത്രയും കൂടി ഇട്ടാൽ നമ്മൾ എണ്ണയ്ക്കകത്ത്. ഇത് നല്ലെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ രുചിയായി. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവറിൻ്റെ ഒക്കെ ഞാൻ ഡൽഹിയിലായിരുന്നപ്പം കടുവെണ്ണയായിരുന്നു ഒഴിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഒക്കത്തില്ല. ഇതിപ്പം ഞാൻ സൺഫ്ലവറിൻ്റെ എണ്ണ കഴിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ വേണ്ട. പാറു എൻ്റെ കൂടെ ഇരിക്കുക കണ്ടോ. പാറു ഭയങ്കര കാളി പാറു. അപ്പം പിന്നെ നമ്മൾ രാത്രിയല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ വെച്ചുകളെ ഇനി ഉറക്കണം. നമുക്ക് ആഹാരം കഴിക്കും. നമ്മൾ ഉച്ചയ്ക്ക് വെറുമാങ്ങായും പിന്നെ വെച്ച് ഉള്ളിപ്പുളിയാണ് വെച്ചിരുന്നത്. അപ്പം നമുക്ക് ചോറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു രാത്രി ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഓക്കെ ബൈ.